ഹലോ ടീച്ചറെ, എങ്ങനെയുണ്ടായിരുന്നു ജനതാ കർഫ്യൂ ഒക്കെ? എല്ലായിടത്തും പോലെ തന്നെ. പക്ഷെ ഇന്നൊരു കാര്യം ഉണ്ടായിട്ടോ. എന്താ ടീച്ചറെ? എന്റെ ഫ്രണ്ടില്ലേ സാഗർ, ഡയറക്ടർ, ഞാൻ പറഞ്ഞിട്ടില്ലേ? ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ വിളിച്ചതാ. അപ്പോ അവനോട് ഞാൻ മാഷിന്റെ കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ഷോർട്ട് ഫിലിം ഒന്ന് കഴിയട്ടെ. അയ്യോ വേണ്ടായിരുന്നു. എങ്ങനെ? അല്ല, നമുക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഈ ക്യാമറയുടെ മുമ്പിലൊന്ന് വന്നാൽ മതിയായിരുന്നു. എല്ലാം നടക്കും മാഷേ. ഹലോ മാഷേ. ഹലോ ഹലോ ടീച്ചറെ, ഞാൻ വിളിക്കാവേ. സംസ്ഥാനം ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകുന്നു. ലോക്ക്ഡൌൺ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിപ്രധാനമായ നടപടിയാണ്, അഭൂതപൂർവമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 25 പേർക്ക് കൂടി കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 19 പേരും കാസർഗോഡാണ്. കണ്ണൂരിൽ 5ഉം എറണാകുളത്ത് 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 64,320 പേർ കേരളത്തിൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. 383 പേർ ആശുപത്രിയിലാണ്. പൊതുഗതാഗതം നിർത്തും. ലോക്ക്ഡൌൺ ആണ്, ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ ജനജീവിതം മാറുകയാണ്. പൊതുഗതാഗതം നിർത്തും, അതിർത്തികൾ അടയ്ക്കും. അവശ്യ സാധനങ്ങൾ 25 പേർക്ക് കൂടി കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 19 പേരും കാസർഗോഡ്. പ്രധാനമായും എന്തുകൊണ്ടാണ് രാജ്യം ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ളത് പ്രധാനമന്ത്രി അക്കമിട്ട് നിരത്തിയ ശേഷമാണ് ആ കാര്യത്തിലേക്ക് തന്നെ അദ്ദേഹം കടന്നത്. സംസ്ഥാനത്തെ SSLC, +2 അടക്കം എല്ലാ പരീക്ഷകളും മാറ്റി. 8, 9 ക്ലാസുകളിലെ ബാക്കി പരീക്ഷകൾ ഉപേക്ഷിച്ചു. സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചു. COVID-19 പുറത്തുവരുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പരീക്ഷകൾ മാറ്റിവെക്കാനുള്ള നിർണായക തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ 16-ാം തീയതി വരെ നീട്ടി എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. 16 വരെ ലോക്ക്ഡൌൺ ഈ സ്വഭാവത്തിൽ ഈ നിയന്ത്രണങ്ങളോടെ തുടരാനുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. Always cover mouth with handkerchief or tissue while coughing and sneezing. Wash your hands with soap frequently. Avoid touching your eyes, nose and mouth. എടി, ഇത് ഒരാഴ്ച കൊണ്ട് വൈനാവാനുള്ള വല്ല ടെക്നിക് ഉണ്ടോ? ലോക്ക്ഡൌൺ കഴിയുമ്പോഴത്തേന് ശരിയാവുന്നേ. ഇതെന്നാ ചക്കക്കുരു ഷേക്കാ. തന്നെ എങ്ങനെയുണ്ട്? ചക്കക്കുരു ലേശം കൂടി പോയാ? ഇത് പിടിച്ചേ. ഹലോ ജസമാഷേ. സാറേ, നമ്മുടെ ഈ 10B-യിലെ വിഭീഷിന്റെ വീട് എവിടെയാണെന്നറിയോ? എന്നതാ മാഷേ? അല്ല, ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നേ. അതിനെന്നാ, നോക്കാമല്ലോ. ശരി. ആരാ? ഹെൽത്തിന്നാണോ? അല്ലല്ല, സ്കൂളിൽ നിന്നാ. വിഭീഷിന്റെ വീടല്ലേ? വിഭീഷേ, നിന്റെ മാഷ് വന്നിരിക്കുന്നു. വിഭീഷ്, എടാ ജസി മാഷ. മാഷിങ് വന്നേ. എടാ, നിന്റെ ഫോണിനത് പറ്റി? സീന മാഷെ, കേടായിപ്പോയി. ഒന്ന് PUBG കളിക്കാൻ വരെ അമ്മയുടെ ഫോണാണ് ഇപ്പോൾ എടുക്കുന്നത്. എന്താ മാഷെ? എടാ അതെ, മറ്റേ മാഷെ സാമൂഹിക അകലം. എടാ, ഞാൻ മറ്റേ നമ്മുടെ ഷോർട്ട് ഫിലിമില്ലേ, അപ്പോൾ അതിൻ്റെ. ഓ, അതായിരുന്നു. ബുദ്ധിമുട്ടാ മാഷെ. ഈ സിനിമാ വ്യവസായമൊക്കെ ഇപ്പോൾ പ്രതിസന്ധിയിലാണല്ലോ. അതിൻ്റെ ഇടയിൽ ഈ ഷൂട്ട് പെർമിഷനൊക്കെ ഇനി എന്നാവോ? ഞാനാണെങ്കിൽ ആ പൈസ എടുത്ത് ക്യാമറയ്ക്ക് അഡ്വാൻസും കൊടുത്ത്. അത് കുഴപ്പമില്ല. എടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ ഗറില്ല ഷൂട്ട് പരിപാടി വിളിച്ചൂടെ? മാഷെ, നമുക്ക് ജീവനല്ലേ വലുത്. ശരി മാഷെ, അമ്മ വിളിക്കുന്നുണ്ട്, പൊക്കോട്ടെ. കാണാട്ടാ. ശരി.